നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് എക്സൈസിന്റെ വൻ രാസലഹരി മരുന്ന് വേട്ട. MDMAയുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് ഗുരുവായൂർ കാരക്കാട് കാറയിൽ വീട്ടിൽ ഗോവിന്ദ്, പുന്ന കറുപ്പം വീട്ടിൽ സയ്യിദ് അക്ബർ എന്നിവർ. ലിംഗസമത്വം, തുല്യാവകാശം എന്നിവയിലൂന്നി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. നാടെങ്ങും നടന്നത് വൈവിധ്യമേറിയ പരിപാടികൾ. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനുള്ള കമ്മ്യൂണിറ്റി ലീഡർ പ്രോഗ്രാമിന്റെ ഭാഗമായി പുന്നൂർ പഞ്ചായത്തിൽ സന്നദ്ധ തീരം ക്ലൈമറ്റ് പരേഡ് നടത്തി. 557 കുടുംബങ്ങൾക്കും 33 അംഗൻവാടികൾക്കും 10 ഘടക സ്ഥാപനങ്ങൾക്കുമായി ബയോബിന്നുകൾ നൽകി. വാർത്തകൾ വിശദമായി. ചാവക്കാട് എക്സൈസിന്റെ വൻ രാസലഹരി മരുന്ന് വേട്ട. MDMAയുമായി 2 പേർ പിടിയിലായി. ഗുരുവായൂർ കാരക്കാട് കാറയിൽ വീട്ടിൽ ഗോവിന്ദ്, പുന്ന കറുപ്പം വീട്ടിൽ സയ്യിദ് അക്ബർ എന്നിവരെയാണ് പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും ചേർന്ന് നടത്തിയ രാത്രികാല പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഗോവിന്ദിൽ നിന്ന് 1.101 ഗ്രാമും സയ്യിദ് അക്ബറിൽ നിന്ന് 3.253 ഗ്രാമും MDMA പിടികൂടി. പരമാവധി 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തത്. യുവാക്കൾക്കിടയിൽ വിൽപ്പന നടത്തുവാനാണ് ഇത് സൂക്ഷിച്ചതെന്ന് പ്രതികൾ എക്സൈസിനോട് പറഞ്ഞു. ചാവക്കാട് പരിസരത്തുമായി ലഹരിമരുന്ന് വിൽപ്പന സജീവമാകുന്ന സംഘങ്ങളെപ്പറ്റി ഇവരിൽ നിന്ന് സൂചനകൾ ലഭിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KN ബിജു, A ജോസഫ്, S ശ്യാം, MA അക്ഷയ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിത S, സിനി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കാനാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദുരുപയോഗം, സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ മഹത്തായ ആഘോഷമാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുല്യാവകാശങ്ങൾ നേടിയെടുക്കാനായി അവർ എങ്ങനെ പോരാടുന്നതിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. ആശാ വർക്കർമാർ തുടരുന്ന സമരത്തിൽ സംസ്ഥാന സർക്കാർ ദുരഭിമാനം വെടിയണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കോർപ്പറേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വീടുകളുടെ വാതിൽ പടിയോളം എത്തുന്ന ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അധികാരികൾ ശ്രമിക്കണം. വിഷയത്തിൽ സർക്കാർ ദുരഭിമാനം വെടിയാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഴയ നടക്കാവിലെ BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച മഹിളാ റാലി തൃശൂർ നഗരം ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുസമ്മേളനത്തിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. പൂർണിമ സുരേഷ്, വി ആതിര, വിൻഷി അരുൺകുമാർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് EP ജാൻസി, കോർപ്പറേഷൻ കൗൺസിലർമാരായ വിനോദ് പൊള്ളാഞ്ചേരി, N പ്രസാദ്, KG നിജി, അവണിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത വിജയൻ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ ചിഞ്ചു രാജീവ്, റിനി മാണി എന്നിവർ സംസാരിച്ചു. അനധികൃത മദ്യവിൽപ്പന 6 ലിറ്റർ വിദേശ മദ്യവുമായി പട്ടിത്തടം സ്വദേശി അറസ്റ്റിലായി. പഴഞ്ഞി പട്ടിത്തടം പൂവത്തൂർ വീട്ടിൽ 62 വയസ്സുള്ള സത്യനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വെസ്റ്റ് മങ്ങാട് ജെറുസലേം റോഡിന് സമീപത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. എക്സൈസ് വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K സുനിൽകുമാർ, MA സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ CK റാഫി, KR ശ്രീരാഗ്, KU ജിതിൻ, V ഗണേശൻ പിള്ള എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുന്നൂർ പഞ്ചായത്തിലെ ജൈവമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബയോ കമ്പോസ്റ്റിൻ ബിൻ വിതരണം ചെയ്തു. 557 കുടുംബങ്ങൾക്കും 33 അംഗൻവാടികൾക്കും 10 ഘടക സ്ഥാപനങ്ങൾക്കുമാണ് 4ാം ഘട്ടത്തിൽ ബയോബിന്നുകൾ നൽകിയത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. നേരത്തെ 3 തവണകളായി 2000 ബിന്നുകൾ വിതരണം ചെയ്തിരുന്നു. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വഴി ശേഖരിച്ചും ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിച്ചും മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഭരണസമിതി പരിശ്രമിക്കുന്നത്. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടത്തിയ ബയോബിന്നിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ KA വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, രജനി ടീച്ചർ, അസീസ് മന്നലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്,
സ്ഥിരം സമിതി അധ്യക്ഷ ഷമീം അഷ്റഫ്, പഞ്ചായത്ത് മെമ്പർമാർ വിഇഒ ടി ബി ശശിധരൻ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവനാളുകളിൽ നടക്കുന്ന ഗുരുവായൂർ പുസ്തകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ലൈബ്രറി പരിസരത്ത് മാർച്ച് 20 വരെയുള്ള ദിവസങ്ങളിലാണ് പുസ്തകോത്സവം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നോവലിസ്റ്റ് സി രാധാകൃഷ്ണൻ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസങ്ങളും വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങളുണ്ടാകും. പുസ്തകോത്സവത്തിൽ MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് MT കോർണർ ഒരുക്കിയിട്ടുണ്ട്. 20 നടക്കുന്ന സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. ഭാരവാഹികളായ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സംഘാടക സമിതി കൺവീനർ MC സുനിൽകുമാർ, KV വിവിധ്, ശ്യാം പെരുമ്പിലാവ്, KV പ്രജിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനുള്ള കമ്മ്യൂണിറ്റി ലീഡർ പ്രോഗ്രാമിന്റെ ഭാഗമായി പുന്നൂർ പഞ്ചായത്തിൽ സന്നദ്ധ തീരം ക്ലൈമറ്റ് പരേഡ് നടത്തി. അവിയൂർ കൈനാക്കൽ പരിസരത്ത് നടത്തിയ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷൻ വിശ്വനാഥൻ മാസ്റ്റർ, മെമ്പർമാരായ ഷെറീഫ കബീർ, സെലീന നാസർ, ഷൈബ ദിനേശൻ, ഗുരുവായൂർ നിയോജകമണ്ഡലം മാലിന്യ നിർമ്മാർജ്ജന ബോർഡ് ബ്രാൻഡ് അംബാസിഡർ മാസ്റ്റർ ഇബ്രാഹിം നാസിം തുടങ്ങിയവരും പഞ്ചായത്ത് ജീവനക്കാരും CDS അംഗങ്ങളും കുട്ടാടൻ പാടം കൂട്ടായ്മ അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. ഡയറക്ടേഴ്സ് ഓഫ് സാമൂഹിക സന്നദ്ധ സേനയും കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയും സംയുക്തമായിട്ടാണ് പരേഡ് നടത്തിയത്. കൈല പ്രൊജക്ട് കോർഡിനേറ്റർ സച്ചിൻ ദേവ്, സാമൂഹിക സന്നദ്ധ സേന പ്രൊജക്ട് ഇന്റർ ഫാക്കൽറ്റി റിസോഴ്സ് പേഴ്സൺ അക്രം, ഗോകുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഷണൽ സർവീസ് സ്കീം തൃശൂരിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ആസാദ് സേനയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തിയ സംവാദം ദേശമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ ER ശിവപ്രസാദ് നയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, കുന്നംകുളം ഡിവിഷൻ എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, എരുമപ്പെട്ടി SI K സൈലാസ്, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, NSS തൃശൂർ ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, നശാമുക്ത് ഭാരത് പ്രൊജക്ട് പ്രതിനിധി അനീഷ, NSS കുന്നംകുളം ക്ലസ്റ്റർ കോർഡിനേറ്റർ ലിൻഡോ വടക്കൻ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ പ്രചാരണ കർമ്മ പദ്ധതിയായ ആസാദ് സേനയുടെ ഭാഗമായി യുവതലമുറയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ ലഹരിവിരുദ്ധ പ്രക്രിയയിൽ സജീവമാക്കുക എന്നതായിരുന്നു സംവാദ സദസ്സിന്റെ ലക്ഷ്യം. അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളുമായുള്ള ബന്ധം ശക്തമാക്കുക, ലഹരിയെ തുടച്ചുമാറ്റാൻ രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണം ഉറപ്പുവരുത്തുക, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക, പഞ്ചായത്ത്, വാർഡ്, സ്കൂൾ തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുക തുടങ്ങിയ അഭിപ്രായങ്ങൾ യോഗത്തിൽ രേഖപ്പെടുത്തി. വിവിധ ക്ലസ്റ്ററുകളിൽ നിന്നുള്ള NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർമാർ, PTA പ്രസിഡന്റുമാർ, SMC ചെയർമാൻമാർ, OSA പ്രസിഡന്റുമാർ, മാധ്യമപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യനീതി വകുപ്പ്, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് സംവാദ സദസ്സ് നടത്തിയത്. പോർക്കുളം തിരുത്തിക്കാട് ബണ്ടിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ നിറയുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ബണ്ടിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം കറുത്ത നിറത്തിലുള്ളതാണ്. ഈ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നത് നെൽച്ചെടികളുടെ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. മുൻപ് തിരുത്തിക്കാട് ബണ്ടിൽ വെള്ളം ശേഖരിക്കുന്ന പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിലച്ചു. ഇതോടെ ബണ്ടിൽ കുളവാഴകൾ നിറഞ്ഞു തുടങ്ങി. ഈ പ്രദേശത്ത് കൃഷി ചെയ്തിരുന്ന കാലത്ത് ബണ്ടിലെ വെള്ളം മലിനമായിരുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. തിരുത്തിക്കാട് ബണ്ടിലേക്ക് വെള്ളം പമ്പ് ചെയ്യുവാൻ മുൻപ് ഇടത്തോടുകൾ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ബണ്ടിൽ വെള്ളം നിറയ്ക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് കർഷകർ ആരോപിച്ചു. മാലിന്യങ്ങൾ തള്ളുന്നത് തടയുവാനും നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരുത്തിക്കാട് ബണ്ടിന് സമീപത്തെ വിശാലമായ പാടശേഖരങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. ആളൊഴിഞ്ഞ പാടശേഖരങ്ങളിൽ ബൈക്കുകളിലെത്തുന്ന സംഘം മദ്യപിച്ച് കുപ്പികൾ പാടത്തേക്ക് വലിച്ചെറിയുന്നത് പതിവാവുകയാണ്. പാടത്തേക്ക് വലിച്ചെറിയുന്ന കുപ്പികൾ പെറുക്കിയെടുക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. തിരുത്തിക്കാട് ബണ്ടിന് സമീപത്തെ പറമ്പിലൂടെ വെട്ടിക്കടവ് വരെ ബൈക്കുകൾക്ക് പോകുവാൻ കഴിയും. വൈകിട്ട് ആളൊഴിഞ്ഞ സമയങ്ങളിൽ ബണ്ട് വരമ്പിൽ മദ്യപിക്കാൻ ഒട്ടേറെ പേരെത്തുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പാടശേഖരങ്ങളിൽ നിന്ന് കിട്ടിയ കുപ്പികൾ ബണ്ടിന് സമീപം കൂട്ടിയിട്ട നിലയിലാണ്. പോലീസ് പരിശോധന നടത്തി സാമൂഹിക വിരുദ്ധ ശല്യം ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ചിറയൻകാട് ഗൃഹനാഥൻ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുമ്പൂർ വീട്ടിൽ 74 വയസ്സുള്ള ജയപാലനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ആടിന് പുല്ല് അരിയുവാനായി
പാപ്പിരുത്തി പാടത്തേക്ക് പോയതായിരുന്നു. തിരികെ എത്താതെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് രാത്രി 7:30 പാപ്പിരുത്തി പാടത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇനി വനിതാ ദിന പ്രത്യേക വാർത്തകൾ. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യ വ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യ ശ്രാവ്യ കലയായ നാടകത്തെ വനിതാ വിമോചനത്തിനായി തെരഞ്ഞെടുത്ത് വനിതാ ദിനത്തിലും അതിനായി ശ്രമിക്കുകയാണ് ആറങ്ങോട്ടുകര ഗീത ജോസഫ്. പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ മകളും ചലച്ചിത്ര സംവിധായകൻ MG ശശിയുടെ ഭാര്യയുമാണ് ഗീത. ഗ്രാമാന്തരങ്ങൾ തോറും ഉണർന്നിരുന്ന കലാസമിതികൾ നാടകമാധ്യമത്തെ ജനകീയവും മൂല്യവത്തുമാക്കിയപ്പോൾ അത് പൊതുസമൂഹത്തിലെ പല പ്രശ്നങ്ങളും തുറന്നുകാട്ടുന്ന വേദിയായി മാറി. ഗീത ജോസഫും അങ്ങനെ നാടകങ്ങളിലൂടെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയാണ്. ചെറുപ്പം മുതൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഗീതയ്ക്ക് കോളേജ് കാലഘട്ടമാണ് തന്നിലെ സ്ത്രീബോധത്തെ ഉണർത്താനുള്ള പ്രചോദനമായത്. കോളേജിൽ ആൺകുട്ടികൾ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും സമരം നടത്തുന്നതുമെല്ലാം കണ്ട ഗീതയും പിന്നീട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും ഇടപെടുകയും പെൺകുട്ടികൾ മാത്രമായി ചേർന്ന് സമരം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതെല്ലാം വലിയ ചർച്ചയുമായി. പഠനം കഴിഞ്ഞ് അധ്യാപന ജോലിയിൽ പ്രവേശിച്ചപ്പോഴും സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിൽ പൊതുസമൂഹവുമായി സംവദിക്കാനുള്ള തീ മനസ്സിൽ കത്തി. നാടകങ്ങളാണ് അതിന് അനുയോജ്യമായ മാധ്യമം എന്ന തിരിച്ചറിവിലൂടെ നാടകരംഗത്ത് പ്രവേശിച്ചു. 1985 കാലഘട്ടം മുതൽ ചെറിയ രീതിയിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അരങ്ങിനെയും അണിയറയെയും സ്പർശിച്ച നാടകങ്ങളിലൂടെ മലയാളികളുടെ പൊതുബോധത്തെയും അഭിരുചികളെയും ഭാവുകത്വത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ഗീത ജോസഫ് പറയുന്നു. നാടകത്തിനെ എത്രമാത്രം നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ടൊരു മാധ്യമമായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ പെൺകുട്ടികളുടെ ഒരു സംഘത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു തെരുവിൽ എങ്ങനെ വളരെ ശക്തമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പറ്റുമെന്നും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്രയൊക്കെ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലൂടെ കേരളം കടന്നുപോയി ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളുണ്ടായി. എങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും നമുക്ക് പഴയ കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരുന്നു എന്നുള്ളത് ദുരവസ്ഥയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നേ പറ്റൂ. സ്ത്രീധനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശം നൽകുന്ന മാനുഷി എന്ന തെരുവ് നാടകമാണ് ആദ്യം ചെയ്തത്. തുടർന്നിങ്ങോട്ട് 25ഓളം നാടകങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള നാടകങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും സ്ത്രീപക്ഷ ചിന്തകൾക്കും സ്ത്രീ ഉന്നമനത്തിനും വേണ്ടി അവതരിപ്പിച്ച മാനുഷി, തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. 48 ഈ തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ച് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നൊരു നാടകം ചെയ്തു. ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സ്ത്രീകളാണ്. അതിൽ പുരുഷന്മാരുടെ വേഷങ്ങളടക്കം എല്ലാ വേഷങ്ങളും ചെയ്തത് സ്ത്രീകളാണ്. 10 വേദിക്ക് ശേഷം ഈ നാടകം നിർത്തപ്പെട്ടു. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് സമൂഹത്തിൻ്റെ. സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മനോഭാവം ഇപ്പോഴും സമൂഹത്തിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേച്ചൂർ നാടക മത്സരത്തിൽ അമ്മ സാറ ജോസഫിന്റെ രചനയിൽ ചെയ്ത ഭൂമി രാക്ഷസത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. ഉപ്പ്, ഭായൻ എന്നീ നാടകങ്ങളും നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ഭായൻ എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെ ജില്ലാ പഞ്ചായത്തിന്റെയും ചെന്നൈയിൽ നടന്ന നാഷണൽ അവാർഡ് കോമ്പറ്റീഷനിൽ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡും ലഭിച്ചു. അപ്പോൾ പല മേഖലകളിൽ ഏത് വർഗത്തിൽപ്പെട്ട സ്ത്രീകളായാലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, സ്ത്രീകളുടെ പ്രശ്നമെന്ന് പറയുന്നത് വർഗേതരമായ പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ തന്നെ മുൻകൈയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പൊതുപ്രവർത്തനം ദിനചര്യയാക്കി മുന്നോട്ടു പോകുമ്പോൾ പിന്നിട്ട ജീവിതത്തിലെ കണ്ണീരോർമ്മകളാണ് സുൽഫത്ത് ബക്കറിനെ കരുത്തായി കൂട്ടിനുള്ളത്. കാലം അനാഥമാക്കിയ ബാല്യത്തിനും പാതിവഴിയിൽ മുടങ്ങിയ പഠനത്തിനും മുന്നിൽ പകച്ചു നിൽക്കാതെയാണ് ചൊവ്വല്ലൂരിന്റെ സ്വന്തം സുൽഫത്ത് താത്ത ജീവിത പരീക്ഷയിൽ പൊരുതി കയറി മുന്നേറുന്നത്. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ കണ്ണൻകുളങ്ങരയിലായിരുന്നു സുൽഫത്തിന്റെ കുടുംബം. ഉപ്പയും ഉമ്മയും 5 മക്കളുമടങ്ങുന്ന കുടുംബം സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു
മാതാവിന് ആകസ്മികമായ മരണം സംഭവിച്ചത്. വിധി വയറുവേദനയുടെ രൂപത്തിലെത്തി ഉമ്മയുടെ ജീവൻ കവർന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഉപ്പയും വിട്ടുപോയതോടെ സുൽഫത്ത് ഉൾപ്പെടെ 5 മക്കളും അക്ഷരാർത്ഥത്തിൽ അനാഥരായി. ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്താണ് ചൊവ്വല്ലൂരിൽ താമസിക്കുന്ന കുഞ്ഞുപ്പ സുൽഫത്ത് ഉൾപ്പെടെ 3 പെൺകുട്ടികളെ ഏറ്റെടുത്ത് ചൊവ്വല്ലൂരിലേക്ക് കൊണ്ടുവന്നത്. ചൊവ്വല്ലൂർ എന്ന് പറയുന്നത് ഒരു മിനി ഗൾഫാണ്. അവിടെ ഓരോ വീട്ടിലും വിഷമം കൂടാണ്ട് എനിക്ക് അവിടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പെൺകുട്ടികളുടെ കൂടെ പോരെന്ന് പറഞ്ഞിട്ട് പോന്നു. പിതൃസഹോദരന് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതിരുന്നതിനാൽ അല്പം മുതിർന്നിരുന്ന സുൽഫത്ത് പ്രദേശത്തെ വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി. കണ്ണാശ്ശേരി പഞ്ചായത്തിൽ ചൊവ്വല്ലൂർ കരിയല്ലൂർ ദേശത്ത് ഞാൻ ഈ പണിയെടുക്കാത്ത വീടുകളില്ല. എല്ലാ വീടും എനിക്ക് വേണ്ടപ്പെട്ട വീടാണ്. അതിൻ്റെ ഇടയിൽ പാടത്ത് കൊയ്യാൻ പോയിട്ടുണ്ട്, കറ്റ കെട്ടിയിട്ടുണ്ട്, ചാണപ്പൊടി കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ സെൻറ് ജോസഫ് കോൺവെന്റിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ് ചെയ്യുന്നത് കൂടി ആലോചിക്കണം. 18 വയസ്സിനുള്ളിൽ പലയിടങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വന്നുവെങ്കിലും സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിനാൽ എല്ലാം മുടങ്ങിപ്പോയി. ഇതിനിടെ കാലിന് സ്വാധീനക്കുറവുണ്ടായിരുന്ന പ്രദേശവാസിയായ ബക്കറിന്റെ വിവാഹാലോചന വന്നുവെങ്കിലും പലരും പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ സുൽഫത്ത് ഉറച്ചു നിന്നതോടെ വിവാഹം നടന്നു. വിവാഹത്തോടെ സുൽഫത്തിന്റെ ജീവിതം മാറിമറിയുകയായിരുന്നു. കലാകാരനും കമ്മ്യൂണിസ്റ്റുമായിരുന്ന ബക്കറും സുൽഫത്തും ചേർന്ന് താഴെയുള്ള സഹോദരിമാരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വിദ്യാഭ്യാസം നൽകി ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്തു. അവർ കഷ്ടപ്പാടിന്ന് ഒരു ദിവസം 2 ആളുണ്ട് കെട്ടുമാറാപ്പൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ 3 ആളും ബക്കർക്ക് കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ സംരക്ഷിച്ചു. അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 പെൺകുട്ടികളും ബക്കർക്ക് സംരക്ഷിച്ചു. ബക്കർക്കാരുടെ കുടുംബക്കാരെയും ജ്യേഷ്ഠനായാലും അനിയനായാലും അവരൊരു എത്തി മക്കൾ എന്ന നിലക്ക് അവർ വീട്ടിൽ താമസിച്ച് ആ 3 സെന്റ് സ്ഥലം വിറ്റിട്ട് അടുത്തൊരു വീട് വെച്ച് അവരൊന്ന് താമസിപ്പിച്ചു. ഒപ്പം ബക്കർ സുൽഫത്ത് ദമ്പതികളുടെ 2 പെൺമക്കളെയും മികച്ച വിദ്യാഭ്യാസം നൽകി മെച്ചപ്പെട്ട ജോലി സമ്പാദിച്ചു നൽകുന്നതിനും അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തി വിവാഹം ചെയ്ത് അയക്കാനും കഴിഞ്ഞു. ജനസേവനം എന്നും സുൽഫത്തിന് താൽപര്യമുള്ള ഒരു മേഖലയായിരുന്നു. അങ്ങനെയാണ് 2010 തെരഞ്ഞെടുപ്പിൽ കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. തൊട്ടടുത്ത ടേമും പഞ്ചായത്ത് അംഗമായി 10 വർഷം പൂർത്തീകരിച്ചു. ഇതിനുശേഷമാണ് മാതാവിന്റെ മരണത്തോടെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നാമ്പിട്ടത്. തൊഴിലുറപ്പുമേറ്റാകണമെങ്കിൽ 10ാം ക്ലാസ് വിജയിക്കണമെന്നതാണ് വീണ്ടും വിദ്യാഭ്യാസം പൊടിതട്ടിയെടുക്കാൻ കാരണമായത്. തുടർന്ന് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയെടുക്കാനും സുൽഫത്തിനായി. കടുത്ത ജീവിത പരീക്ഷകൾക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിന്നതാണ് സുൽഫത്തിന് 10ാം തരം പരീക്ഷ പുഷ്പം പോലെ വിജയിക്കാനായതിന് പിന്നിലുള്ളത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ യഥാർത്ഥ പോരാളിയുടെ ചങ്കുറപ്പോടെ ചൊവ്വല്ലൂരിന്റെ നാട്ടുവഴികളിലൂടെ തന്റെ പ്രയാണം തുടരുകയാണ് സുൽഫത്ത്. ഏത് തൊഴിലിടങ്ങളിലും ഇന്ന് മഹിളാ സാന്നിധ്യം സജീവമാണ്. CCTVയുടെ കുന്നംകുളത്തെ കേന്ദ്രീകൃത ഓഫീസിൽ വിവിധ വിഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത് 20ഓളം വനിതകളാണ്. പരിചയപ്പെടാം CCTVയിലെ പെൺ സാന്നിധ്യത്തെ. ഞാൻ രമ്യ, CCTV ന്യൂസ് ചാനലിലെ ന്യൂസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യാണ്. ഇത് നമ്മുടെ കുന്നംകുളത്തെ സ്ഥാപനമാണ്. ഇന്ന് നമുക്കറിയാം വനിതാ ദിനമാണ്, മാർച്ച് 8 ലോക വനിതാ ദിനം. എല്ലാ മേഖലകളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് തൻ്റേതായിട്ടുള്ള സ്ഥാനം കണ്ടെത്താൻ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊഴിലിടങ്ങളിലും വിവിധ വിഭാഗങ്ങളിലായിട്ട് അക്കൗണ്ട് സെക്ഷൻ, ബ്രോഡ്ബാൻഡ് സെക്ഷൻ, സെറ്റ് ബോക്സ്, ന്യൂസ് വിഭാഗം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം വളരെ സജീവമായിട്ട് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ അക്കൗണ്ട് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ 2 സ്ത്രീ സാന്നിധ്യമാണ് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇത് സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ? സൗണ്ട് കുറവാണ്. 4 വർഷമായിട്ട് സിന്ധേച്ചി അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ പുനിത ചേച്ചിയുണ്ട്. പക്ഷേ പുനിത ചേച്ചി ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ഇന്ന് വന്നിട്ടില്ല. എന്തായാലും സിന്ധേച്ചിക്ക് അധികം സംസാരിക്കാൻ സാധിക്കാത്ത കാരണം കൊണ്ടാണ് സംസാരിക്കാത്തത്. ഇത് സെറ്റ് ബോക്സ് സെക്ഷനാണ്. സെറ്റ് ബോക്സ് സർവീസുമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ രജി ചേച്ചി ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. രജി ചേച്ചി ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനിവിടെ 7 കൊല്ലം കഴിഞ്ഞു വന്നിട്ട്. എങ്ങനെയാണ് ഒരു ജോലിയുടെ സ്വഭാവം? ജോലിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാറ്റ എൻട്രി സർവീസും കൂടിയിട്ടാണ് ഞാൻ ചെയ്യണേ. ഇത് ഇന്റർനെറ്റ് സെക്ഷനാണ്. ഇവിടെ 5ഓളം വനിതാ സ്റ്റാഫുകളുണ്ട്. ഇന്ന് 4 പേരേ ഉള്ളൂ. ഒരാൾ ലീവാണ്. എന്തായാലും നമുക്ക് ഇവരൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ജിഷ്മയാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ജിഷ്മ, അല്ലേ? ജിഷ്മ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ നന്നായി പോണു, കുഴപ്പമില്ല.
ശ്രീഷ്ണ ഇപ്പോൾ ഇവിടെ എത്ര നാളായി? ഞാൻ 1.5 വർഷമായി. ഇനി ഇത് ഇവിടെ താത്ത ഇരിക്കുന്നുണ്ട്. അപ്പോൾ താത്തയുടെ പേര് എനിക്കറിയാം, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. സുമയ്യ. അത് എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? കുഴപ്പമില്ല. ഇനി ഇത് ലിബിതേച്ചി ഇവിടെ എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനിവിടെ 10 വർഷം. 10 വർഷമായി. ഒരുപാട് കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഭാഗമാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യാറ്? കുഴപ്പമില്ലാതെ പോകുന്നു, അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് നമ്മുടെ കിച്ചണാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ട രുചികരമായിട്ടുള്ള ഭക്ഷണം വെച്ച് വിളമ്പി തരാൻ ദേ ഇവിടെ ഷീലേച്ചി ഉണ്ട്, അതുപോലെ തന്നെ താത്തയുണ്ട്. ഷീലേച്ചി ഇവിടെ ഏകദേശം ഇപ്പോൾ 12 വർഷം അല്ലേ? 12 വർഷമായിട്ടുണ്ടാവും. ഓക്കെ ഞാൻ 12 വർഷമായിട്ട് ഇവിടെ വന്നിട്ട്. പിന്നെ ഞാനൊരു വിധവയാണ്. പിന്നെ ഞാൻ വെക്കുന്ന ഭക്ഷണം കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. താത്ത ഇപ്പോൾ എത്ര വർഷമായി? നസീമ താത്ത 12 വർഷം. രണ്ടാളും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. 12 വർഷമായിട്ടുണ്ട് നസീമ താത്ത. എങ്ങനെയുണ്ട് നസീമ താത്ത നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്ടായ പ്രവർത്തനം ജോലിയൊക്കെ? വലിയ നല്ലതാണ്. ഇതിപ്പോൾ ന്യൂസ് സെക്ഷനിലാണ്. അപ്പം ഞങ്ങളിവിടെ ന്യൂസ് സെക്ഷനിൽ 2 ജീവനക്കാരാണുള്ളത്. ഇത് നിഷേച്ചിയാണ്, എന്നോടൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരാളാണ്. നിഷേച്ചി ഇവിടുത്തെ സീനിയർ എഡിറ്റർ കൂടിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ജോലിയോട് നല്ല ഇഷ്ടമാണ്, താല്പര്യം. നമുക്ക് ആ താല്പര്യമാണ് നമ്മളെ ജോലി ചെയ്യാൻ പ്രചോദനമാവുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് എഡിറ്റിംഗ് സെക്ഷനിലാണ്. ന്യൂസ് വിഭാഗത്തിൽ 3 ലേഡീസ് സ്റ്റാഫുകളാണ് എഡിറ്റിംഗ് വിഭാഗത്തിലുള്ളത്. സാധാരണ കൂടുതലായിട്ടും പുരുഷന്മാരെയാണ് എഡിറ്റിങ്ങിൽ കാണുക. പക്ഷേ നമ്മുടെ ഇവിടെ സ്ത്രീകൾ തന്നെയാണ് ന്യൂസ് എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നതൊക്കെ. ഇവരാണ് രാത്രി ഏറെ വൈകിയായാലും ന്യൂസൊക്കെ വന്ന ന്യൂസുകൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നുവാണ്. പിന്നുവിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മാത്രമല്ല സുന്ദരി പിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നു എങ്ങനെയുണ്ട് ജോലി? ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും പിന്നൂടെ? ഇപ്പോൾ 12 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. എങ്ങനെയുണ്ട് എഡിറ്റിംഗ് ഒക്കെ? എങ്ങനെ പോകുന്നു? ഹാപ്പി ആയിട്ട് പോകുന്നു? ഹാപ്പി ആയിട്ട് പോകുന്നു. എങ്ങനെയാണ് ഒരു എഡിറ്റിങ്ങിനോടുള്ള, സാധാരണ നമുക്കറിയാലോ ലേഡീസ് കൂടുതലായിട്ട് അങ്ങനെ എഡിറ്റിംഗ് വിഭാഗം സെലക്ട് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ എന്താണ് എഡിറ്റിങ്ങിനോടൊരു സ്നേഹം തോന്നി വരാനുള്ള കാരണം? എഡിറ്റിംഗ് ഇഷ്ടമാണ്. അടുത്തത് ടെസ്നിയാണ്. ടെസ്നി ഏകദേശം ഒരു 12 വർഷമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ടെസ്നി ഇവിടെ വെബ് അതുപോലെ തന്നെ യൂട്യൂബ് സെക്ഷനൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ സുന്ദരിയായിട്ട് ഇന്ന് വനിതാ ദിനം പ്രമാണിച്ച് സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എന്താ ഈ ടെസ്നി എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെ പോകണം? സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അടുത്തത് സാമരിയാണ്. സാമരിയ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ട്. വെബാണ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം എറണാകുളത്തായിരുന്നു അല്ലേ? അതെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര മാസമായിട്ടുണ്ടാവും? 5 മാസം. 5 മാസമായിട്ടുണ്ടാവും. എങ്ങനെയുണ്ട് നമ്മുടെ പൊതുവേ ഉള്ള ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ജോലി സ്വഭാവം ഒക്കെ? ജോലി സ്വഭാവം അത്യാവശ്യം, പക്ഷെ ഓവർ വർക്ക് സ്ട്രെസ് ഒന്നുമില്ല. അത്യാവശ്യം വർക്ക് ചെയ്യുന്നു, പോകുന്നു, കുഴപ്പമില്ല. ഇതാണ് ഞങ്ങൾ, ഇങ്ങനെയാണ് ഞങ്ങൾ. ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഞങ്ങളുടേത് കൂടിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. വിവിധയിടങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ വനിതാ ദിനം ആഘോഷിച്ചു. വിശദാംശങ്ങളിലേക്ക്. CCTVയിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് സ്വാഗതം ആശംസിച്ചു. സീനിയർ വനിതാ ജീവനക്കാരി നിഷ കേക്ക് മുറിച്ചു. മാനേജർ സിൻഡോ ജോസ് നന്ദി പറഞ്ഞു. വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന വനിതാ ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷനായി. കുന്നംകുളത്തെ സീനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ഷീബ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ഗീത ശശി, ബീന രവി, പ്രസ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ VR മുകേഷ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ സൗജന്യ ഗൈനക്കോളജി കൺസൾട്ടേഷൻ ക്യാമ്പ് നടത്തി. ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ K സുജ ബോബി, ഡോക്ടർ AV ഷമീന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ പോർക്കളങ്ങാട് FHC ഹെൽത്ത് സെന്ററിലെ പകൽ വീട്ടിൽ വനിതകൾക്കായുള്ള ജിം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് വ്യായാമം ചെയ്യുന്നതിനുള്ള വിവിധ ആധുനിക ഉപകരണങ്ങളോടുകൂടിയുള്ള ജിം നിർമ്മിച്ചത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ സജീഷ്, സജിനി പ്രമൻ, PM സുരേഷ്, T സോമശേഖരൻ, PK ഷബീർ, കൗൺസിലർമാരായ മിഷ സെബാസ്റ്റ്യൻ, ഗീത ശശി, ഷീജ ഭരതൻ, സിൻസി ജോർജ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭ ഭരണകക്ഷി പുരുഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സുഭിക്ഷ ക്യാൻറ്റീനിലെ വനിതാ ജീവനക്കാർക്ക് കുടകൾ നൽകി. നഗരസഭാ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചുവരുന്ന സുഭിക്ഷ ക്യാൻറ്റീനിലെ 18 ജീവനക്കാർക്കാണ് കുടകൾ സമ്മാനിച്ചത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ, കൗൺസിലർമാരായ വിനോദ്, ബിനീഷ്, സജീവൻ, CPM ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB ഭവീഷ്, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി GK ജിന്നി എന്നിവർ നേതൃത്വം നൽകി.
എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി സെക്രട്ടറിയായ KR രാധികയെ ആദരിച്ചു. സീനിയർ മാധ്യമപ്രവർത്തകരായ KK മാത്യു, TG സുന്ദർലാൽ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. ഭാരവാഹികളായ മനോജ് ഓർമ്മ, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള മഹിളാ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന സെമിനാർ കേരള മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PR റോസ്ലി അധ്യക്ഷത വഹിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, മഹിളാ സംഘം ജില്ലാ നേതാക്കളായ ജയന്തി സുരേന്ദ്രൻ, സജ്ജന പെർവീൺ, അനിത രാധാകൃഷ്ണൻ, പ്രീജ സത്യൻ, ലിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഗീതാരാജൻ സ്വാഗതവും സുമാ ജയൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ YMCA വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ഷിൽവ ജോഷി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം പ്രസിഡന്റ് നീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ KPA റഷീദ് മുഖ്യാതിഥിയായി. ടൂറിസം മേഖലയുടെ സാധ്യതകളെക്കുറിച്ച് ഷാരി സനൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ തലങ്ങളിലെ വനിതകളെയും അമ്മമാരെയും ആദരിച്ചു. YMCA പ്രസിഡന്റ് ബാബു വർഗീസ്, വനിതാ ഫോറം സെക്രട്ടറി ടെസ് ജെയ്സൺ, GC ലോറൻസ്, സിജി ജോയ്, CD ജോൺസൺ, NK ലോറൻസ് എന്നിവർ സംസാരിച്ചു. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും സിനിമ, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിറഞ്ഞു നിൽക്കുന്ന അക്രമരംഗങ്ങൾക്കെതിരെയും പ്രമേയം പാസാക്കി. ഗുരുവായൂരിന്റെ തിരുവോരത്ത് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ഉപജീവനം നടത്തുന്ന ചിത്രകാരി സുമയെ ബ്രദേഴ്സ് ക്ലബ്ബ്, വനിതാ ഫോറം, വിങ്സ് ഓഫ് ബ്രദേഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കഴിഞ്ഞ 10 വർഷമായി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ വഴിയോരത്ത് കഴിഞ്ഞുപോരുന്ന 55 വയസ്സുകാരി തിരുവനന്തപുരം സ്വദേശിയായ സുമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെ ജനമറിഞ്ഞത്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പാലിയത്ത് വസന്തമണി ടീച്ചർ ഉപഹാര സമർപ്പണം നടത്തി. വനിതാ വിഭാഗം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ വാറനാട്ട് വനിതാ ദിന സന്ദേശം നൽകി. വിംഗ് സെക്രട്ടറി ശ്രീദേവി ബാലൻ, ക്ലബ് സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, വനിതാ സാരഥികളായ രമ്യ വിജയകുമാർ, ഹിമ അനിൽ, റീജിയ വിൻസെന്റ്, വിജി പ്രശാന്ത്, വിജയം ശങ്കരനാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേരത്തെ വസന്തമണി ടീച്ചറെ വസതിയിലെത്തി അനുമോദിക്കുകയും തെരുവിൽ കഴിയുന്ന 100ഓളം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഉച്ചഭക്ഷണവും നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് വനിതാ വേദിയുടെ നേതൃത്വത്തിൽ ശിക്ഷക് സദൻ ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MB പ്രമീള അധ്യക്ഷയായിരുന്നു. എഴുത്തുകാരിയും തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമായ ഡോക്ടർ രേണുക ജ്യോതി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് രക്ഷാധികാരി PI സൈമൺ മാസ്റ്റർ, KT ശ്രീനിവാസൻ, റോസ്ലി ടീച്ചർ, CT മേരി ടീച്ചർ, സുബിത അഷ്റഫ്, KV രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സംഭാവനയായി ലഭിച്ച കട്ടിൽ കിടപ്പുരോഗിയായ സ്ത്രീക്ക് സമ്മാനിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കട്ടിൽ വിതരണം നടത്തിയത്. 11ാം വാർഡിലെ സ്ഥിര താമസക്കാരിയായ വിനീത ഊട്ടുമടത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് സൗജന്യമായി കട്ടിൽ നൽകിയത്. പഞ്ചായത്തിലെ 13ാം വാർഡിലെ നമ്പഴിക്കാട് പുല്ലാനിപ്പറമ്പത്ത് ദേവകിക്കാണ് കട്ടിൽ നൽകിയത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സാമ്പത്തിക സാമൂഹിക മുന്നേറ്റം, സമത്വം, സ്ത്രീകൾക്കെതിരെ വിവേചനം അവസാനിപ്പിക്കൽ എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്ന വനിതാ ദിനത്തിലാണ് സഹജീവി സ്നേഹത്തിന്റെ മാതൃകയായി കട്ടിൽ കൈമാറിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കട്ടിൽ വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ശരത് രാമനുണ്ണി, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിത ശ്രീനി, ആശാപ്രവർത്തകരായ കോമളം ശിവദാസൻ, ബിന്ദു ഹരിദാസ്, സന്നദ്ധ പ്രവർത്തകരായ VV തിലകൻ, ET സോണി, സുധാകരൻ പറങ്ങനാട്ട് എന്നിവർ സംബന്ധിച്ചു. വനിതാ ദിനത്തിൽ വിധവയായ മധ്യവയസ്കയ്ക്ക് കൃത്രിമക്കാൽ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. പ്രമേഹ രോഗത്തെ തുടർന്ന് കാലിൽ പഴുപ്പ് ബാധിച്ച് ഇടതുകാൽമുട്ടിന് താഴെ മുറിച്ചുമാറ്റിയ തയ്യൽ തൊഴിലാളിയായ അക്കിക്കാവ് കോട്ടശ്ശേരി വീട്ടിൽ പരേതനായ മനോഹരൻ ഭാര്യ ബേബിക്കാണ് കൃത്രിമക്കാൽ സമ്മാനിച്ചത്. 56 വയസ്സ് പ്രായമുള്ള ബേബി തയ്യൽ തൊഴിലിൽ ഏർപ്പെട്ടാണ് ഉപജീവന മാർഗത്തിനുള്ള വരുമാനം കണ്ടെത്തിയിരുന്നത്. കാൽ മുറിച്ചു മാറ്റിയതോടെ കുടുംബം പ്രതിസന്ധിയിലായി. കൂടുതൽ മെച്ചപ്പെട്ട കൃത്രിമക്കാൽ ലഭ്യമായതോടെ വീണ്ടും ടൈലറിംഗ് തൊഴിലിൽ സജീവമായി ജീവിത പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ കൃത്രിമക്കാൽ സമ്മാനിച്ച് ബേബിയെ പൊന്നാടണിയിച്ച് ആദരിച്ചു. ഷമീർ ഇഞ്ചിക്കാലയിൽ, CK അപ്പുമോൻ, ജിനാഷ് തെക്കേക്കര, സക്കറിയ ചീരൻ, ജിനീഷ് നായർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കാട്ടക്കാമ്പൽ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരത്തിങ്കൽ വാർഡിൽ ചിറക്കൽ സബ് സെന്ററിൽ നടന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. കരിയമ്പ്ര വാർഡ് മെമ്പർ പ്രമീള രാജൻ അധ്യക്ഷത വഹിച്ചു. നവ്യ ഇട്ടിയര, ഡോക്ടർ സാന്ദ്ര, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ JPH ടിൻഡു,
വിശ്വനാഥൻ, ജയശ്രീ, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും മുക്തയായ സരോജിനി കല്ലിങ്ങലിനെ വാർഡ് മെമ്പർ MA അബ്ദുൾ റഷീദ് പൊന്നാട് അണിയിച്ചു. മധുര വിതരണവും നടത്തി. ക്യാമ്പിൽ 53 പേർ പങ്കെടുത്തു. ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. പഴഞ്ഞി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സന്ദർശനം നടത്തിയ വനിതകൾക്ക് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ സമ്മാനിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസനിൽ നിന്ന് കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഖദീജ ഹസനും ഹെൽത്ത് സെന്റർ പാലിയേറ്റീവ് ഇൻചാർജ് ഡോക്ടർ നവ്യ ഇട്ടേരിയും ചേർന്ന് ഏറ്റുവാങ്ങി. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ ER ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ഷമീർ ഇഞ്ചിക്കാലയിൽ, CK അപ്പുമോൻ, ജിനാഷ് തെക്കേക്കര, സക്കറിയ ചീരൻ, ജിനീഷ് നായർ, MK ജിഷാർ തുടങ്ങിയവർ സംസാരിച്ചു. 250 മെൻസ്ട്രൽ കപ്പുകളാണ് വിതരണം ചെയ്തത്. വനിതകൾക്കായി ആകാശയാത്ര. വേലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായാണ് വിമാനയാത്ര സംഘടിപ്പിച്ചത്. ഹരിതകർമ്മസേനയിലെ ആരും ആകാശയാത്ര നടത്തിയവരല്ല. ആ ആഗ്രഹം വനിതാ ദിനത്തിൽ സാധ്യമാക്കുക എന്നാണ് ഹരിതകർമ്മസേന വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 33 അംഗങ്ങളാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ യാത്ര പോയത്. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിമാനയാത്ര നടന്നത്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സംഗീത ആൽബം അഗ്നിക പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. പഴഞ്ഞി സ്വദേശി ടീന ജസ്റ്റിനാണ് പാട്ടിന് വരികൾ എഴുതി ആൽബത്തിനായി നൃത്തം അവതരിപ്പിച്ചിരിക്കുന്നത്. കിരണമെന്നിൽ നിറഞ്ഞുണരവേ. ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ നിർമ്മിച്ച ആൽബത്തിലെ ദൂരെ ഒരു അരുണകിരണമെന്നിൽ എന്ന് തുടങ്ങുന്ന വരികൾ ചിട്ടപ്പെടുത്തിയത് പ്രമോദ് കൊളത്തപ്പള്ളിയാണ്. ഗാനം നാരായണൻ പൂങ്ങാട്ട് ആലപിച്ചു. നൃത്തവും കളരിയും കോർത്തിണക്കിയാണ് ദൃശ്യമൊരുക്കിയിരിക്കുന്നത്. ആചാര്യ സുനിൽ കെ ഗുരുവായൂർ, PS ദിനേശൻ ഗുരുക്കൾ എന്നിവരുടേതാണ് നൃത്ത സംവിധാനം. ഛായാഗ്രഹണവും എഡിറ്റിംഗും CB ബാഹുൽ നിർവഹിച്ചു. ഒരുവന്നൂർ മ്യൂസിക് സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങിയ ആൽബത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സുരേന്ദ്രൻ ചാലിശ്ശേരി തബല, ഇബ്രാഹിം ചൂണ്ടൽ സിത്താർ, കുക്കു വിനോദ് ഓടക്കുഴൽ, അഭിജിത് കെ ശ്രീധർ മിക്സിംഗ്, ജയൻ നമ്പൂതിരി റെക്കോർഡിംഗ്, അരുൺ തൃശൂർ മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ് തുടങ്ങിയവരും പിന്നണിയിൽ പ്രവർത്തിച്ചു. ഈ വനിതാ ദിനത്തിൽ അഗ്നിക എന്നൊരു ആൽബം പുറത്തിറങ്ങുന്നു. ദൂരെ ഒരു കിരണമെന്നിൽ നിറഞ്ഞുണരവേ എന്നാണ് ഇതിന്റെ പാട്ടിന്റെ തുടക്കം. ഈ പാട്ട് എഴുതിയിരിക്കുന്നതും ഇതിന്റെ വിഷ്വലിൽ ഡാൻസ് ചെയ്തിരിക്കുന്നതും ടീന ജസ്റ്റിനാണ്. ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത് പ്രമോദ് കൊളത്താപ്പള്ളിയാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് നാരായണൻ പൂങ്ങാടാണ്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഗ്നികയ്ക്കും എല്ലാ ആശംസകളും നേരുന്നു. ഏവർക്കും വനിതാ ദിനാശംസകൾ. മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ആശുപത്രി പടിയിൽ നിന്നും ആരംഭിച്ച് അഞ്ചങ്ങാടി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ ഭാരവാഹികളായ PV ഉമ്മർകുഞ്ഞി, PK അബൂബക്കർ, സംസ്ഥാന കൗൺസിലർ RK ഇസ്മായിൽ, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബുഖാറയിൽ സുബൈർ തങ്ങൾ, ജനറൽ സെക്രട്ടറി PM മുജീബ്, ട്രഷറർ സെയ്ദ് മുഹമ്മദ് പോക്കാക്കിലത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് ലീഗ് നേതാക്കൾ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി സ്വാഗതവും ട്രഷറർ ഷബീർ പുതിയങ്ങാടി നന്ദിയും പറഞ്ഞു. മോറോസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ പതാക പ്രയാണത്തിന് ശനിയാഴ്ച തുടക്കമായി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്തോക്യ പ്രതിനിധി മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പതാക പ്രയാണത്തിന് തുടക്കമായി. ശനിയാഴ്ച രാവിലെ 8-ന് മഞ്ഞനിക്കര ദയറായിൽ വെച്ച് യാക്കോബായ സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ യോഹനാൻ മിലിയത്തിയോസ് മെത്രോപൊലിത്ത പ്രാർത്ഥന നടത്തി. തുടർന്ന് പതാക പ്രയാണം ഫ്ളാഗ് ഓഫ് ചെയ്തു. മഞ്ഞനിക്കര മുതൽ കുന്നംകുളം വരെ പതാക പ്രയാണം നടക്കും. തുമ്പമൺ, നിരണം, കോട്ടയം, കൊച്ചി ഭദ്രാസനങ്ങളിലെ വിവിധ പള്ളികളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മലയക്കുരിശ് ദയാറായിൽ എത്തും. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം അങ്കമാലി, തൃശൂർ ഭദ്രാസനങ്ങളിലെ പള്ളികളിലെ സ്വീകരണത്തിനു ശേഷം രാത്രി 7:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ സമാപിക്കും.
പ്രയാണത്തിന് ഫാദർ ജിബിൻ ചാക്കോ, ഫാദർ മനു തങ്കച്ചൻ, ജാഥ ക്യാപ്റ്റൻ തങ്കച്ചൻ ബി, പെരുന്നാൾ കൺവീനർ കെ യു രാജൻ, പബ്ലിസിറ്റി കൺവീനർ ടെറിൻ വർഗീസ് എന്നിവർ നേതൃത്വം നൽകും. ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. മേഖലയിൽ രാത്രികാലങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. KLDC കനാലിന്റെ കരയിൽ കാട് പിടിച്ചു കിടക്കുന്നത് മാലിന്യം തള്ളുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് സൗകര്യമാവുകയാണ്. പ്രഭാത സവാരിക്ക് എത്തുന്ന ആളുകൾക്ക് മാലിന്യങ്ങളുടെ അസഹനീയമായ ദുർഗന്ധം മൂലം മൂക്കു പൊത്താതെ ഇതുവഴി സഞ്ചരിക്കാനാകാത്ത സ്ഥിതിയാണ്. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന സൂചനാ ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്നു. എന്നാൽ 1 വർഷത്തോളമായി ഈ സൂചനാ ബോർഡ് കാട് പിടിച്ച് കനാലിലേക്ക് വീണ് കിടക്കുകയാണ്. ഹരിതകർമ്മസേന വീടുകളിൽ വന്ന് ശേഖരിച്ച് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന സാഹചര്യമുള്ളപ്പോഴാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നത്. ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എരുമപ്പെട്ടി മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവവും രുചി ഉത്സവവും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് അധ്യക്ഷയായി. കുട്ടികൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം, ഗണിത ഒപ്പന, ഗണിത വഞ്ചിപ്പാട്ട്, ലൈബ്രറി പ്രദർശനം, ശാസ്ത്ര പഠനോപകരണ പ്രദർശനം എന്നിവ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ചടങ്ങിന് മാറ്റേകി. വാർഡ് മെമ്പർ രമ്യ ഷാജി, പ്രധാനാധ്യാപിക PM സാജിദ, PTA പ്രസിഡന്റ് ജസീന യൂസഫ്, MPTA പ്രസിഡന്റ് രേഷ്മ ലിജോ, സീനിയർ അസിസ്റ്റന്റ് VK ലിബി, സ്റ്റാഫ് സെക്രട്ടറി സ്വാതി മനോഹർ എന്നിവർ നേതൃത്വം നൽകി. മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി 10 ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ആറാട്ടോടുകൂടി സമാപനമായി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ അഖണ്ഡ നാമജപയജ്ഞവും ഉണ്ടായിരുന്നു. വിവിധ ദിവസങ്ങളിൽ തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, ഫ്യൂഷൻ, കൈകൊട്ടിക്കളി, നാടകം, ശാസ്ത്രീയ നൃത്തം, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ നടന്നു. ഉത്സവ ദിവസമായ മാർച്ച് 7 പുലർച്ചെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യം അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ശിവേലി ഉച്ചപൂജ, കലശാഭിഷേകം എന്നിവയുമുണ്ടായി. ശങ്കരപുരം പ്രകാശന്മാരാർ ആൻഡ് പാർട്ടിയുടെ പഞ്ചവാദ്യം, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ ചെണ്ടമേളവും ഗുരുവായൂർ മുരളി ആൻഡ് പാർട്ടിയുടെ നാദസ്വരവുമുണ്ടായി. 158 പരം വാദ്യകലാകാരന്മാർ അണിനിരുന്ന അരയാൽത്തറമേളത്തിന് മേള കലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരും ഗുരുവായൂർ ശശിമാരാരും നേതൃത്വം നൽകി. വൈകിട്ട് വിവിധ കരകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പാഘോഷം വരവുകൾ 8:30 കൂട്ടിയെഴുന്നള്ളിപ്പും 9:30 ആറാട്ടെഴുന്നള്ളിപ്പുമുണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് 8ഓളം ആനകൾ അണിനിരന്നു. ശേഷം 10:30 ആറാട്ടോടുകൂടി കൊടിയിറക്കൽ നടത്തി. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കുറ്റിയിൽ പ്രധാൻ, സെക്രട്ടറി കളത്തിൽ രമേശ് തുടങ്ങി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവ സമാപനത്തെ തുടർന്ന് ചാവക്കാട് നഗരസഭ മാസ് ക്ലീനിംഗ് നടത്തി. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ ഉത്സവങ്ങളുടെ ഭാഗമായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശുചീകരണം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക്ക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദീവ്, 18ാം വാർഡ് കൗൺസിലർ SS സ്മൃതി, മറ്റ് നഗരസഭാ കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, നഗരസഭ ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. എടക്കഴിയൂർ RPMM UP സ്കൂളിൽ ഗ്രാജുവേഷൻ സെറിമണിയും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം കുന്നംകുളം ലേബർ ഓഫീസർ VK റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ലേബർ ഓഫീസർ അഡ്വക്കേറ്റ് സുമിത്ത് കുട്ടികൾക്ക് നല്ല പൗരന്മാരായി വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഷൗക്കത്ത് സ്രാമ്പിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ RP സിദ്ദിഖ്, BRC കോർഡിനേറ്റർ മേഴ്സി ടീച്ചർ, രാമദാസ് മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് സെറീന എന്നിവർ സംസാരിച്ചു. വിവിധ കലാകായിക പരിപാടികൾ വിജയികളായ കുട്ടികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ദിൽഷാൻ K ദിനേഷിനെ ചടങ്ങിൽ ആദരിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിന്റെ കീഴിൽ ഹൈസ്കൂൾ റോഡ് പ്രദേശത്തെ കുരിശുപള്ളിയുടെ കട്ടളവെപ്പ് നടന്നു. വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികനായി. സഹവികാരി ആന്റണി പൗലോസ് സഹകാർമ്മികത്വം വഹിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ സൈമൺ വാഴപ്പള്ളി, ഫാദർ സക്കറിയ കൊള്ളനൂർ എന്നിവർ സന്നിഹിതരായി. ചടങ്ങുകൾക്ക് കൈക്കാരൻ CJ സന്തോഷ്, സെക്രട്ടറി സിൻഡോ K ശീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വൈലത്തൂർ കത്തോലിക്ക ദേവാലയത്തിൽ പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ചകളിൽ പാലയൂർ പള്ളിയിലേക്ക് നടത്തുന്ന ജാഗരണ പദയാത്രയ്ക്ക് തുടക്കമായി. ഫാദർ ജാക്സൺ, കൈക്കാരന്മാർ, ഇടവക അംഗങ്ങൾ,
KCYM അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പള്ളിയിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച് പാലയൂരിൽ എത്തിയ ശേഷം പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞാണ് തീർത്ഥാടകർ മടങ്ങിയത്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസത്തിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിജയമാണ് റമളാൻ ഖുർആൻ സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കും. രാവിലെ 10-ന് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഇത്തിഹാദുൽ ഉലമ കേരള സെക്രട്ടറി സമീർ കാളിക്കാവ് ഉദ്ഘാടനം ചെയ്യും. ആലുവ അസ്ഹറുൽ ഉലൂം അസിസ്റ്റന്റ് പ്രൊഫസർ താഹിർ മുഹമ്മദ് അസരി മുഖ്യപ്രഭാഷണം നടത്തും. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിക്കും. എടക്കഴിയൂർ പുല്ലൻചിറ സോഷ്യൽ വെൽഫെയർ ക്ലബ്ബ് 2025-2026 വർഷത്തേക്കുള്ള ഗ്ലോബൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. മുജീബ് PK പ്രസിഡന്റ്, ഫർഷാദ് വൈസ് പ്രസിഡന്റ്, ഷക്കീർ സെക്രട്ടറി, മുനീർ ട്രഷറർ എന്നിവരുൾപ്പെട്ട് 13 അംഗ കോർ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 25 വർഷങ്ങളായി സാമൂഹിക കായിക മേഖലകളിൽ നിറസാന്നിധ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പുല്ലൻചിറ ക്ലബ്ബ് ഇനിയുള്ള ദിവസങ്ങളിൽ റമദാൻ റിലീഫ്, പെരുന്നാൾ പുതുവസ്ത്രം തുടങ്ങിയ നന്മ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8000 രൂപ, സ്വർണം പവന് 64000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചർമ്മം അഞ്ഞൂർക്കുന്ന് മണ്ടകത്തിങ്കൽ കുമാരൻ ഭാര്യ രമണി നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. രേഖ, രാഗി, രഹന എന്നിവർ മക്കളാണ്. കട്ടകമ്പാൽ സ്രായിൽ തോലത്ത് വീട്ടിൽ അമ്മണി നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പരേതനായ താരുകുട്ടിയാണ് ഭർത്താവ്. ബിജു, ബിന്ദു, ബിനു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് എക്സൈസിന്റെ വൻ രാസലഹരി മരുന്ന് വേട്ട. MDMA-യുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് ഗുരുവായൂർ കാരക്കാട് കാറയിൽ വീട്ടിൽ ഗോവിന്ദ്, പുന്ന കറുപ്പം വീട്ടിൽ സയ്യിദ് അക്ബർ എന്നിവർ. ലിംഗസമത്വം, തുല്യാവകാശം എന്നിവയിലൂന്നി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. നാടെങ്ങും നടന്നത് വൈവിധ്യമേറിയ പരിപാടികൾ. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രതിരോധത്തിനുള്ള കമ്മ്യൂണിറ്റി ലീഡർ പ്രോഗ്രാമിന്റെ ഭാഗമായി പുന്നൂർ പഞ്ചായത്തിൽ സന്നദ്ധ തീരം ക്ലൈമറ്റ് പരേഡ് നടത്തി. 557 കുടുംബങ്ങൾക്കും 33 അംഗൻവാടികൾക്കും 10 ഘടക സ്ഥാപനങ്ങൾക്കുമായി ബയോബിന്നുകൾ നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.